ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിൽ നടന്ന ആൻഡേഴ്സൺ ടെണ്ടുൽക്കർ ട്രോഫി പരമ്പര വളരെ ആവേശകരമായ രീതിയിലാണ് അവസാനിച്ചത്. 5 മത്സരങ്ങളുള്ള പരമ്പരയിലെ ഓവലിൽ നടന്ന 5ാം മത്സരം ശരിക്കും പറഞ്ഞാൽ ഒരു ത്രില്ലിംഗ് മത്സരം തന്നെയായിരുന്നു. ശുഭ്മാൻ ഗില്ലും സംഘവും ആതിഥേയരായ ഇംഗ്ലണ്ടിനെ 6 റൺസിനാണ് മത്സരത്തിൽ പരാജയപ്പെടുത്തിയത്. മത്സരത്തിൽ മികച്ച ബൌളിംഗിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇന്ത്യ വിജയിച്ചത്. ഈ വിജയത്തിന് ശേഷം ടീം ഇന്ത്യ പരമ്പര 2-2 സമനിലയിലാക്കുകയും ചെയ്തു. എന്നാൽ അത് മാത്രമല്ല, നടന്നുകൊണ്ടിരിക്കുന്ന ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് 2025-27 സർക്കിളിന്റെ പോയിന്റ് പട്ടികയിൽ ഒരു മാറ്റവും ഉണ്ടാക്കാൻ ഇന്ത്യക്ക് സാധിച്ചിട്ടുണ്ട്. ഈ വിജയത്തിന് ശേഷം WTC പോയിന്റ് പട്ടികയിൽ ടീം ഇന്ത്യ 3ാം സ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇന്ത്യൻ ക്രിക്കറ്റ് ടീം നിലവിൽ 5 മത്സരത്തിൽ നിന്ന് 2 വിജയങ്ങളും 2 തോൽവികളും ഒരു സമനിലയുമായി ആകെ 28 പോയിന്റ് ഉണ്ട്. 36 പോയിന്റും 100% പോയിന്റുമായി ഓസ്ട്രേലിയയാണ് 1ാം സ്ഥാനത്ത്. അതേസമയം ശ്രീലങ്കയാകട്ടെ ഒരു മത്സരം മാത്രമേ ജയിച്ചിട്ടുള്ളൂ. എന്നാൽ മികച്ച പോയിന്റ് ശതമാനം കാരണം അവർ ഇന്ത്യയേക്കാൾ ഒരു സ്ഥാനം മുന്നിലാണ്. ഇംഗ്ലണ്ടും ഇന്ത്യയും തമ്മിലുള്ള 5ാം ടെസ്റ്റിന് ശേഷം WTC പോയിന്റ് പട്ടിക നമുക്കൊന്ന് നോക്കാം. 1ാം സ്ഥാനത്ത് ഓസ്ട്രേലിയയാണ്, 2ാം സ്ഥാനത്ത് ശ്രീലങ്കയും, 3ാം സ്ഥാനത്ത് ഇന്ത്യയും, 4ാം സ്ഥാനത്ത് ഇംഗ്ലണ്ടും, 5ാം സ്ഥാനത്ത് ബംഗ്ലാദേശും, 6ാം സ്ഥാനത്ത് വെസ്റ്റ് ഇൻഡീസും, 7ാം സ്ഥാനത്ത് ന്യൂസിലൻഡും, 8ാം സ്ഥാനത്ത് പാകിസ്ഥാനും, 9ാം സ്ഥാനത്ത് ദക്ഷിണാഫ്രിക്കയുമാണ്. എന്നാൽ ന്യൂസിലൻഡും പാകിസ്ഥാനും ദക്ഷിണാഫ്രിക്കയും ഒരൊറ്റ മത്സരം പോലും കളിച്ചിട്ടില്ല. ഈ പരമ്പരയിലെ അത്ഭുതകരമായ പ്രകടനത്തിന് 25 വയസ്സുകാരനായ യുവ ബാറ്റ്സ്മാനും ടെസ്റ്റ് ടീം ക്യാപ്റ്റനുമായ ശുഭ്മാൻ ഗില്ലിന് പരമ്പരയിലെ താരത്തിനുള്ള പുരസ്കാരം ലഭിച്ചു. 5 ടെസ്റ്റ് മത്സരങ്ങളിലെ 10 ഇന്നിംഗ്സുകളിൽ നിന്ന് 75.45 ശരാശരിയിൽ 65.57 സ്ട്രൈക്ക് റേറ്റിലും ഗിൽ ആകെ നേടിയതാകട്ടെ 754 റൺസാണ്. കൂടാതെ ഈ പരമ്പരയിൽ ഇംഗ്ലണ്ട് ടീമിനെതിരെ ഗിൽ തന്റെ ഏറ്റവും മികച്ച സ്കോറായ 269 റൺസും നേടിയിട്ടുണ്ട്.